Tigers Vision. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ, കുടിക്കുന്ന വീഡിയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കാപ്പിക്ക് ദോശയും പിന്നെ ചമ്മന്തി അറിയാന്ന് കേട്ടോ. അപ്പൊ കാപ്പിയൊക്കെ കുടിച്ച് മീനുക്കുട്ടീനെ റെഡിയാക്കി പിന്നെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടാനായിട്ട് മുകളിൽ വന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് മീനുക്കുട്ടി അല്ലാതെ വേറെ 2, 3, 4 കുട്ടികളും കൂടെ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വീടിൻ്റെ ഉള്ളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വെയിറ്റ് ചെയ്ത് വണ്ടി കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മീനുക്കുട്ടിയുടെ സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട്. ചുള്ളിമാൻ്റെ SH UPS വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനുക്കുട്ടീനെ സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി അവളെ വിട്ട കേട്ടോ. അപ്പൊ സ്കൂൾ വണ്ടിയിൽ പോയതിനു ശേഷം പിന്നെ ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരികയാണേ. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടി ചോറ് വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ ചൂടാക്കി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലതുപോലെ തീയൊക്കെ കത്തിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലത്തേൽ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രധാന പണിയായിട്ട് ഇതാ കിടക്കുന്നത്, മീനുവിന്റെ കളിപ്പാട്ട് ഇവിടെ ചാക്കിലാണ് കെട്ടി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ ബക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ കളിപ്പാട്ടെല്ലാം കൂടി ആ ബക്കറ്റിലോട്ട് എടുത്ത് നുള്ളിപ്പറക്കി ഇടാന്നും പറഞ്ഞ് അതെല്ലാം കൂടെ തറയിലെടുത്ത് തട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം ബക്കറ്റിനകത്ത് എടുത്ത് വെക്കാന്നും പറഞ്ഞ് ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇനി അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കണം. പിന്നെ ഇവിടെ നിന്നൊന്നും തൂത്തൊന്നും ഇല്ല, അതൊക്കെ ഒന്ന് തൂത്തൊക്കെ ഒതുക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം ആകാമെന്ന് വിചാരിച്ചു. മീനുക്കുട്ടിയുടെ കളിപ്പാട്ടെല്ലാം പറക്കിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അകമെല്ലാം നല്ല ഒന്ന് തൂത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുക്കളയും അതുപോലെ തന്നെ മീനിന്റെ കളിപ്പാട്ടമൊക്കെ പറക്കിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറക്കി ഒതുക്കിയപ്പോൾ കളയാനായിട്ട് കിട്ടിയ കുറച്ച് ആക്രി സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഡെയിലി അവളെടുത്ത് കളിക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങൾ അവൾക്ക് എടുക്കുക എളുപ്പത്തിന് വേണ്ടി മീൻ അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളെ അരിയൊക്കെ നല്ലതുപോലെ തിളച്ച് കേട്ടോ, പെട്ടെന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ഇതുവരെയും കുക്കിംഗ് ഒന്നും തുടങ്ങിയില്ല. അപ്പം വിചാരിച്ചു ഇനി ഇതാ കുറച്ച് തുണിയും കൂടെയൊക്കെ മടക്കി വെക്കേണ്ട, അതൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കിയതിന് ശേഷം അടുക്കളയിലോട്ട് കയറി പാചകം തുടങ്ങാന്നാണ് കേട്ടോ വിചാരിക്കുന്നേ. ഇന്ന് ഉച്ചത്തേക്ക് ഒരു മോര് കറിയാണ് കേട്ടോ വെക്കാന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടി അരപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ ഐറ്റംസും എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് ജീരകം ഇട്ട് തിളപ്പിക്കാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ടേ. മോര് കറിക്കുള്ള അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ജീരക വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കേട്ടോ. അപ്പൊ അത് തന്നെ ഓഫ് ചെയ്തിട്ടു. ഇപ്പൊ അങ്ങനെ അധികം ഫോണിൽ അങ്ങനെ നെറ്റ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം കൂടുതലും എല്ലാവരും മറ്റേ ന്യൂസ് ചാനലിലാണല്ലോ നമ്മൾ അർജുൻ എങ്ങനെയുണ്ട് കിട്ടുമോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ TV ഇല്ലാത്ത കാരണം ഞാനും ഇപ്പൊ ഫോണിലാണ് കേട്ടോ ഫുള്ള് 1 മണിക്കൂർ ഇടവിട്ടൊക്കെ ന്യൂസ് കേൾക്കുന്നത്. അത് കാരണം ഇപ്പൊ അങ്ങനെ അധികം ആരുടെയും വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ന്യൂസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, അല്ല നമുക്കേ നെറ്റ് കറക്റ്റ് കിട്ടുന്നില്ല. എല്ലാ മലയാളികളും ന്യൂസിന്റെ പിറകെ തന്നെയല്ലേ. ഞാനും ഫോണിൽ ന്യൂസൊക്കെ കേൾക്കുന്ന കാരണം ഇപ്പൊ നെറ്റ് അധികം കിട്ടുന്നില്ല. 1 മണിക്കൂറൊക്കെ ഇടവിട്ട് ഞാൻ ഫോണിൽ വാർത്ത കേട്ടെ എന്നറിയാൻ വേണ്ടി. അത് കാരണം ഇന്നലെ ഫുള്ള് നെറ്റ് തീർന്നിട്ട് ഇന്നലെ ആരുടെയും വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പം എത്രയും പെട്ടെന്നൊക്കെ എല്ലാം ശരിയാകട്ടെ എന്ന് എല്ലാ മലയാളികളും പ്രാർത്ഥിക്കുന്നല്ലേ. കറിയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് കുറച്ച് മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തൈര് വീത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടെടുത്ത് നല്ല കട്ടായിട്ടിരുന്ന തൈരായതുകൊണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല നാടൻ തൈരാണ്, അതുകൊണ്ട് നല്ല പുളിപ്പുണ്ട്. അത് ഞാൻ ഇത്തിരിയേ എടുത്തോളൂ കേട്ടോ. ഒരുപാടായാൽ ഭയങ്കര ഓവർ അങ്ങ് പുളിപ്പായി പോവും, അതുകൊണ്ട് ഇത്തിരിയേ എടുത്തോളൂ. നമ്മളെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ചോറൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് വടിച്ച് കമഴ്ത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടായിട്ടുണ്ട്. അപ്പോഴ് ഉച്ചത്തേക്ക് ചോറായി, തൈര് കറിയായി. അപ്പൊ ഇനി ഒരു തോരനും കൂടി വെക്കണം കേട്ടോ. അപ്പൊ ഇത്ര മലക്കറിയേ ഉള്ളൂ, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പകുതി ബീട്രൂട്ട് മീനുകുട്ടിക്ക് കിച്ചടി വെക്കാന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പൊ അതെടുത്തൊരു തോരൻ വെക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നതും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചീനച്ചട്ടി വെച്ച്
കടുവൊക്കെ താളിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തോരനൊക്കെ എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അരപ്പിട്ടൊക്കെ കൊടുക്കുന്നത് അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എല്ലാവരും എന്നും വയ്ക്കുന്നതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ലേ. പിന്നെ ഇതാ ഉച്ചത്തേക്ക് വേറെ സ്പെഷ്യലുകളൊന്നുമില്ല, മീനൊന്നും കിട്ടിയില്ല. അപ്പം ഇന്ന് കിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു മുട്ട കൂടി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടേ. ഇത് വർക്കാവണില്ലേ? അപ്പോൾ ഉച്ച സമയമായി, ചോറ് കഴിക്കാനായിട്ട് ചേട്ടൻ ദാ സ്റ്റാൻഡിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ചേട്ടനും ഞാനും കൂടി ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. ചോറ്, തോരൻ, നാരങ്ങ അച്ചാറുണ്ട്. അച്ചാറിന് സ്പൂൺ എടുത്തില്ല, വെള്ളം എടുത്തില്ലല്ലോ. വെള്ളം എടുത്തില്ല. അപ്പൊ നമുക്കിനി ചോറൊക്കെ കഴിച്ചിട്ട് കാണാമേ ഗെയ്സ്. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു 10-15 മിനിറ്റ് ചേട്ടൻ റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ ഇട്ടു. ഇനി കുറച്ചു നേരം റെസ്റ്റാണ് കേട്ടോ എനിക്ക്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മീനുക്കുട്ടിയെ വിളിക്കാനായിട്ട് പോയേട്ടോ. അപ്പം തിരിച്ച് വണ്ടി 4:30 ഇവിടെ എത്തും.